Hello friends, welcome to Sham's World of Joy. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നത്തോലി പീരയാണ്. അപ്പോൾ നത്തോലി പീര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നത്തോലി പീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നത്തോലി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട അരപ്പിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പീരയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായ തേങ്ങ ഉടച്ച് ചിരകിയെടുക്കാം. തേങ്ങയുടെ കൂടെ അരക്കാനായിട്ട് നമുക്ക് 4 ചെറിയ ഉള്ളി വേണം. പിന്നെ 4 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നമുക്ക് ഈ ചേരുവകളെല്ലാം നന്നായിട്ട് കല്ലിൽ അരച്ചെടുക്കാം. കല്ലിൽ അരച്ചെടുക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ കല്ലിൽ അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ മീൻപീരയിലേക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻപീര എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എടുത്തു വെച്ച നത്തോലി ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അരപ്പൊക്കെ നമുക്ക് ഈ ചട്ടിയിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് അല്പം വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് മീനൊന്നും പൊട്ടാതെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗവിൽ നിന്നും ഇത് എടുത്ത് വയ്ക്കാം. എന്നിട്ടൊന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മീനൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം, മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ നത്തോലി പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.